ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ സോഷ്യൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ഒരു ഷോർട്ട് ആൻഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയോ? യെസ്, ലൊക്കേറ്റ് ദ കോണ്ടിനെന്റ്സ്. ഓക്കെ, ഒന്നെങ്കിൽ നമ്മളോട് പറയും കുറച്ച് എത്ര കോണ്ടിനെന്റ്സ് ആണ് നമുക്കുള്ളത്? 7 കോണ്ടിനെന്റ്സ് ആണ് അല്ലേ? 7 കോണ്ടിനെന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. 7 കോണ്ടിനെന്റ്സ്, വൻകരകളെ എവിടെയൊക്കെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ 3 രീതിയിൽ ചോദിക്കാം. ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ 7 കോണ്ടിനെന്റ്സിന്റെ ചിത്രം നിങ്ങൾക്ക് തരും. പിക്ചർ ഓഫ് 7 കോണ്ടിനെന്റ്സ്, 7 കോണ്ടിനെന്റ്സിന്റെയും ചിത്രം നിങ്ങൾക്ക് തരും. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ കോണ്ടിനെന്റ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് വരിക എന്നറിയോ? യെസ്, നമ്മുടെ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. ലാർജസ്റ്റ് സ്മോളസ്റ്റ് കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, നമുക്ക് 7 കോണ്ടിനെന്റ്സ് ആണുള്ളത്, 7 കോണ്ടിനെന്റ്സ് ആണുള്ളത്. അപ്പൊ ഈ ഒരു 7 കോണ്ടിനെന്റ്സിനെ എങ്ങനെയാണ് നിങ്ങൾ ഓർഡറിൽ പഠിക്കുക? അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടിത്തരാം. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ് ആൻഡ് ഫൈനലി ഓസ്ട്രേലിയ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആരുണ്ട്? ഏഷ്യ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഏഷ്യയാണ് ഉള്ളത്. രണ്ടാമതായിട്ട് ആരാണ്? ആഫ്രിക്ക. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ് എവിടെ? യൂറോപ്പ് ആൻഡ് ഫൈനലി ഓസ്ട്രേലിയ. ഓക്കെ, അപ്പൊ ഈ പാട്ട് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു കോണ്ടിനെന്റ്സിന്റെ ഓർഡർ കിട്ടുന്നതാണ്. അപ്പൊ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് പാട്ടിൽ ഫസ്റ്റ് ഏതായിരുന്നു? യെസ്, നമ്മുടെ ഏഷ്യൻ വൻകരയാണല്ലേ, നമ്മുടെ സ്വന്തം വൻകരയാണ്. അപ്പൊ ഈ ചോദ്യം ഇങ്ങനെയും എക്സ്പെക്ട് ചെയ്യാട്ടോ, നമ്മളെ ജീവിക്കുന്ന വൻകര ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് എഴുതണം ഏഷ്യ ആണെന്ന്. ഏറ്റവും സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ഏതാണ്? യെസ്, നമ്മുടെ ഓസ്ട്രേലിയ ആണ്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? 7 കോണ്ടിനെന്റ്സ് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളോട് അത് ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, ഈ വൻകരകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അതായത് ഇതിന്റെ മാപ്പ്, ഈ രൂപങ്ങൾ മാത്രം ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇതൊക്കെ ഏത് കോണ്ടിനെന്റ്സ് ആണ്? ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും നമ്മളോട് ചിലപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഏതുണ്ട്? യെസ്, ഈ ഫസ്റ്റും ഈ തേർഡും നോക്കിയേ, ഈ 2 വൻകരയും ഏകദേശം ഒരുപോലെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ മാപ്പിലേക്ക് തിരിച്ചു വന്ന് നോക്കിയേ, സൗത്ത് അമേരിക്കയും ആഫ്രിക്കയും ഏകദേശം ഒരുപോലെ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് സൗത്ത് അമേരിക്കയും ഒന്ന് ആഫ്രിക്കയാണ്. അതെങ്ങനെയാ നമ്മൾ തിരിച്ചറിയാ? സൗത്ത് അമേരിക്ക ചെറുതായിരിക്കും, ആഫ്രിക്ക വലുതായിരിക്കും. ഓക്കെ, അപ്പൊ കൂട്ടത്തിൽ 2 ഒരേപോലെ തോന്നിയാൽ ചെറുത് സൗത്ത് അമേരിക്ക എന്ന് എഴുതണം. ചെറുത് ഏതായിരിക്കും? സൗത്ത് അമേരിക്ക ആയിരിക്കും. വലുത് ആഫ്രിക്ക ആയിരിക്കും. ഇനി നടുവിലുള്ള ആളെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് ഒരു തല പോലെ ഒരു ഷേപ്പ് കാണുന്നുണ്ടോ? ഒരു ഡിനോസറിന്റെ ഒക്കെ ഒരു തല പോലെയുള്ള ഒരു ഷേപ്പ് കാണുന്നുണ്ടോ? അങ്ങനെ തല പോലെ ഒരു ഷേപ്പ് കണ്ടാൽ ഇവിടെ നോക്കിയേ, അത് ഏതായിരിക്കും? നമ്മുടെ നോർത്ത് അമേരിക്ക ആയിരിക്കും. ഏതാണ്? നോർത്ത് അമേരിക്ക. ഡിനോസറിന്റെ ഒക്കെ തല പോലെയുള്ള ഒരു ഷേപ്പ് കണ്ടാൽ അത് ഏതാണ്? അത് നോർത്ത് അമേരിക്കയാണ്. ഇനി അടുത്തത് നോക്കിയേ, ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണ് അല്ലേ? അപ്പൊ ഇവിടെ ഈ മാപ്പിൽ നോക്കിയാൽ താഴെതാ നമ്മുടെ ഇന്ത്യയുടെ ഷേപ്പ് പോലെ ഒരു മാപ്പ് നിങ്ങൾക്ക് കാണുന്നില്ലേ? അപ്പൊ ഇത് ഏതാണ് മക്കളെ കോണ്ടിനെന്റ്? ഇതാണ് നമ്മുടെ സ്വന്തം ഏഷ്യ വൻകര, ഏഷ്യൻ കോണ്ടിനെന്റ് ആണ്. അപ്പൊ ഇത് ഏതായിരിക്കും? ഇങ്ങനെയുള്ളത് ഏതായിരിക്കും? ഇങ്ങനെ ചിതറിയിട്ടതാ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉള്ളത്, ഇങ്ങനെ ഗ്യാപ്പ് ഒക്കെ ഉള്ളത് ഏതാണ്? മാപ്പിൽ നോക്കിയാൽ മനസ്സിലാകും, യൂറോപ്പാണ്. ഇങ്ങനെ ഇവിടെയൊക്കെ ഗ്യാപ്പ് ആയിട്ടുള്ളത് യൂറോപ്പാണ്. ഓക്കെ, അപ്പൊ ഇത് ഏതാണ്? യൂറോപ്പ് കോണ്ടിനെന്റ് ആണ്. ഇതിൽ 2 കൂടിയേ ഉള്ളൂ. ഇങ്ങനെ റൗണ്ട് പോലെ, ഏകദേശം റൗണ്ട് പോലെ ഒരു വാല് മാത്രമുള്ളത് ആരാണെന്നറിയോ? നമ്മുടെ മാപ്പ് നോക്കിയാൽ യെസ്, നമുക്ക് പറയാം അത് അന്റാർട്ടിക്കയാണ്. ഇതിനെ അന്റാർട്ടിക്ക എന്ന് പറയുന്നു. ഇത് ഏത് കോണ്ടിനെന്റ് ആണ്? അന്റാർട്ടിക്കയാണ്. അപ്പൊ ഇത് ഏതായിരിക്കും? യെസ്, ഇനി ഒരാൾ കൂടി ബാക്കിയുള്ളൂ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു കട്ട് വരുന്ന കോണ്ടിനെന്റ്സ് ഇവിടെ നോക്കിയേ, മാപ്പിൽ നോക്കിയേ. യെസ്, ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് വരുന്ന കോണ്ടിനെന്റ് ഏതാണ്? ഓസ്ട്രേലിയ ആണ്. ഇത് ഏത് വൻകരയാണ്?
ഓസ്ട്രേലിയ. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഉറപ്പിച്ചോ നിങ്ങൾക്ക് ഇതാ ഈ ഒരു വേൾഡ് മാപ്പിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കും. ഒന്നെങ്കിൽ നമ്മളോട് ഇതാ ഇങ്ങനെ മാപ്പിൽ നോക്കിയിട്ട് ഏതൊക്കെ കോണ്ടിനെന്റ്സ് ആണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ 7 കോണ്ടിനെന്റ്സിന്റെ പേര് ഓർഡറിൽ എഴുതാനായിരിക്കും. അതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് പഠിക്കണം? ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് കോണ്ടിനെന്റ് കൂടെ പഠിച്ചു വെക്കണം. റെഡി ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഉറപ്പിച്ചോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, then bye. Thank you.